Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. ട്രേഡിങ്ങിലൂടെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ താല്പര്യമുണ്ട് എല്ലാവർക്കും. പക്ഷേ പ്രോപ്പറായിട്ടൊരു എൻട്രിയും എക്സിറ്റും അറിയാതെ നമ്മൾ ആക്ച്വലി എവിടെയെങ്കിലും എൻട്രി എടുത്ത് ഒരുപാട് പേര് ലോസിലേക്ക് പോയിട്ടുണ്ടാകും. ലോസിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ പോലും നഷ്ടപ്പെട്ട ട്രേഡിങ്ങിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എല്ലാവർക്കും വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതുപോലെ നിങ്ങൾക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എങ്ങനെ എടുക്കാം, ഏത് മാർക്കറ്റിലാണ് കറക്റ്റ് എൻട്രി എക്സിറ്റ്, ഏത് ഷെയറിൽ എടുക്കണം എന്നുള്ളതെല്ലാം എങ്ങനെ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ വിൻട്രേഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ ആക്ച്വലി ഒരു ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ വിൻട്രേഡ് നിങ്ങളെ സഹായിക്കും. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ചാർട്ട് അനാലിസിസിനേക്കാളും ഫേക്ക് റിവേഴ്സൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഫേക്കായിട്ട് നമുക്ക് മാർക്കറ്റ് ഡൗൺ പോവുകയാണെങ്കിൽ അത് തിരിച്ച് കയറാൻ ചാൻസ് ഉള്ളൊരു റിവേഴ്സലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർ എൻട്രി ഏത് ഷെയറിൽ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലാക്കും, ഇപ്പോൾ ഇന്ന് ഇതിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കറക്റ്റായിട്ടുള്ള സ്കാനർ, 8 സ്ട്രാറ്റജികൾ, ഇതൊക്കെ നമുക്ക് അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ള ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനായിട്ട് കാണിച്ചിരുന്നു. അതോടൊപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി 14th ഡിസംബറിൽ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു അപ് ട്രെൻഡിൻ്റെ ഒരു ഹൈക്കിലെത്തി നിൽക്കുന്ന ഒരു പോർഷൻസിൽ നിൽക്കുകയാണ്. അതായത് 47,756 ആ ഒരു റേഞ്ചിലാണ് എത്തിയിരിക്കുന്നത്. 43,720 കയറിയൊരു കയറ്റം, 4000 പോയിൻറ്റ്, നല്ലൊരു അപ് ട്രെൻഡ് 24/11 കഴിഞ്ഞിട്ട് നമുക്ക് ഹൈക്കിൽ കയറി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ഔട്ട് പോകാം. പക്ഷേ ഇതുവരെ നല്ലൊരു ഹൈക്കിലാണ്, പീക്കിലാണ് എത്തി നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ. അതേപോലെ നിഫ്റ്റിയുടെയും സെയിം നിങ്ങൾ നോക്കുകയാണ്, ഇന്നും അപ് ട്രെൻഡ് തന്നെയാണ് പോയത്. പക്ഷേ ഹ്യൂജ് ഹൈക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അപ് ട്രെൻഡാണ്, കണ്ടിന്യൂസ് അപ് ട്രെൻഡ് തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ 1 അവറിലും 4 അവറിലും വെച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് വന്ന ബൈഡൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് 6/11 കഴിഞ്ഞിട്ടുള്ളൊരു അപ് ട്രെൻഡാണ്. അപ്പം നോക്കുകയാണെങ്കിൽ 1837 പോയിന്റ് കയറി നിൽക്കുന്നത്, 19,353 കയറി 21,000 നിഫ്റ്റി എത്തി നിൽക്കുന്നത്. അപ്പം ഇന്നും അപ് ട്രെൻഡായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ നല്ലൊരു അപ് ട്രെൻഡ് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ സ്റ്റോക്കിൽ, കമ്മോഡിറ്റീസിൽ, ഇപ്പോൾ കമ്മോഡിറ്റി ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ കണ്ടിന്യൂവേഷൻ പോയ ബൈ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് 172 പോയിന്റാണ് ഇന്ന് കയറി നിൽക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നല്ലൊരു പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഏത് മാർക്കറ്റിലാണെങ്കിലും എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാം, അതോടൊപ്പം നമുക്ക് എക്സിറ്റ് ചെയ്യണോ എന്നുള്ളൊക്കെ പോർഷൻ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ഒക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്രൂഡ് തന്നെ ആദ്യം തുടങ്ങാം. ക്രൂഡിലേക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി ബൈ സിഗ്നൽ. അപ്പോൾ ഇതിൽ നമുക്ക് പുറകിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് സെൽ സിഗ്നൽ. അപ്പോൾ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് ആക്ച്വലി അലേർട്ട് കിട്ടും. ഇത് ഞാൻ കാണിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജിയാണ്. ഇതോടൊപ്പം ഇതിൻ്റെ ഫുൾ സ്ട്രാറ്റജി ഉണ്ട്. ഇതെല്ലാം കൂടെ കാണിക്കുമ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെയൊക്കെ ഡെമോൺസ്ട്രേഷൻ വേണമെങ്കിൽ ലൈവിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. ആ ലൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം അതോടൊപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ബൈ സിഗ്നൽ ആക്ച്വലി വന്നത് ലേറ്റസ്റ്റ് ബൈ ഇന്നലെയാണ് വന്നത്. 13th വന്നു, 1:15 വന്നു, 3:15 വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റുകളാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ എക്സിറ്റ് ചെയ്യണോ തേർഡിൽ എക്സിറ്റ് ചെയ്യണോ നിങ്ങളുടെ ചോയ്സാണ്. ചെറിയ പ്രോഫിറ്റ് മതിയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് അടിച്ചിറങ്ങാം, അല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ്, ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ സിഗ്നൽ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഇപ്പോൾ സിഗ്നൽ പെട്ടെന്ന് കയറി എൻട്രി എടുത്ത അങ്ങനെയല്ല. ഇപ്പം ഇവിടെ ഒരു സെല്ലാണ് വന്നിരിക്കുന്നതെങ്കിൽ സെല്ല് നോക്കുമ്പോൾ താഴെ റെഡ് ആണോ എന്ന് നമുക്ക് മെയിനായിട്ട് നോക്കണം. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ കളർ നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ആക്ച്വലി പ്രൈസ് ആൻഡ് സെൽസ് ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ ബൈ ആണെങ്കിൽ ഇതേപോലെ തന്നെ ക്യാൻഡിൽ നമുക്ക് ഗ്രീൻ ആണ്. ഇപ്പോൾ ഇവിടെ നാളെ ഗ്രീനായി റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്ത് നമുക്ക് നേരെ കയറിയത്. അപ്പോൾ അവിടെ നിന്നൊരു അപ് ട്രെൻഡ് ഇന്നും പോയിട്ടുണ്ട്. ഇന്ന് നോക്കുകയാണെങ്കിൽ റീ എൻട്രി കിട്ടിയിട്ടുണ്ട്, ഇവിടെ റീ എൻട്രി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്ത് അവിടെ പിന്നെയും നമുക്കൊരു എൻട്രി ലെവൽ അപ് ട്രെൻഡ് തന്നെയാണ് ചാൻസ്. നമുക്ക് ഫ്യൂച്ചർ പ്രിഡിക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെയും അപ് ട്രെൻഡ് പോകുന്ന നമുക്ക് റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്താൽ. അപ്പോൾ ഇന്നത്തെ പോർഷൻ നമുക്ക് ഇവിടെ നിന്നാണ് എടുത്തത്, അവിടെ നേരെ കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പ്രോഫിറ്റിൻ്റെ ലെവൽ നമുക്ക് ബുക്ക് ചെയ്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ 5814 നിന്നാണ് 14 നിന്ന് 97 വരെ ഇപ്പോൾ കയറി നിൽപ്പുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഇന്നും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഓക്കെ ആയിരുന്നു, അപ്പോൾ ഇന്നും അതേപോലെ തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ആദ്യത്തെ ലെവൽ മിസ്സായെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പിന്നീട് റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്താലും നമുക്ക് എടുക്കാം. അപ്പോൾ ആ സമയത്ത് റീ എൻട്രി തരുവേ, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇന്നലെ എടുത്തവർക്ക് ഇത് എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ഇതുവരെ സോഫ്റ്റ് തന്നിട്ടില്ല. അത് കാരണം നമുക്ക് സൈഡ് വേസ് ആണ്. അപ്പോൾ ഹോൾഡ്
ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം സെല്ലും ഇതുപോലെ തന്നെയായിരുന്നു. സെല്ല് കണ്ടിന്യൂവേഷൻ പോയിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെയും സെല്ല് തന്നെയാണ് പോയത്. അത് കഴിഞ്ഞിട്ടാണ് സൈഡ് വേസ് വന്നത്. അപ്പോൾ ഇവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ട സിമ്പിൾ, അവിടെയാണ് സോഫ്റ്റ് കളർ ചേഞ്ച് കാണിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതോടൊപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നത്തെ 5 minutes ചോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ബൈ വന്ന് നേരെ മാർക്കറ്റ് കയറി റെസിസ്റ്റ് ചെയ്ത ലെവലിനെ ഗ്യാപ്പിൽ ഓപ്പൺ ആയത്, അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കയറി. അപ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻ എടുക്കണമെന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക് ചെയ്ത പോർഷൻ നോക്കുകയാണെങ്കിൽ 47,793. അപ്പോൾ അതിൽ ഞാൻ 47,500 അത് 47,500 കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ ഇന്ത മണി പ്രകാരമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത ലെവലിൽ കട്ട് ചെയ്ത് നമുക്ക് നേരെ കയറി. അപ്പോൾ അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ 602 എന്നൊക്കെ ബ്രേക്ക് ഔട്ട് പോയി നേരെ 780 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് നമുക്കൊരു കൺസോളിഡേഷൻ ആയിരുന്നു. ഒരു ബൈ ഇടയ്ക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ബൈ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നലെ രാവിലെ പോയിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ചെയ്ത് വെക്കുന്നവർക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ ബ്രേക്ക് ചെയ്ത് നേരെ കയറി, അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്ക് ഔട്ട് ഇവിടുന്ന് കയറി പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് സെല്ല് കൺഫേംഡ് അല്ല, പിന്നെ ഗെയിനേഴ്സ് വന്ന് ബൈ കൺഫേംഡ് ആയിരുന്നു. അപ്പോൾ കൺഫർമേഷൻ വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അവിടെ മാർക്കറ്റ് ലോസ് ആയത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻറ്റ് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയത്. അപ്പം നമുക്ക് ഇതിൽ ഓപ്ഷൻ എടുക്കണമെന്നെങ്കിൽ ഇതേപോലെ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ആ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 21,148 ആണ്. 21,100 21,000 നമുക്ക് കോൾ എടുക്കാവുന്നതാണ്. അതിവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അത് വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ്റെ ചാർട്ട്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി, ഏത് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നിഫ്റ്റി ഓപ്ഷൻ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ നമുക്ക് ഏതാണ് സ്ട്രൈക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ചൂസ് ചെയ്യുക, അതിന് ഓപ്പൺ ആക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ട്രെയിനിങ്ങിൽ സോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതോടൊപ്പം അപ്പോളോ 10 നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ പോയി ഇന്ന് നേരെ കയറി മാർക്കറ്റ് നമുക്ക് റെസിസ്റ്റ് ചെയ്ത ലെവലിൽ കട്ട് ചെയ്ത് 451 നേരെ 64 വരെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സെല്ലും 11 points നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതല്ലാതെ നമുക്ക് അംബുജ സിമെൻറ്റ് വൺ സൈഡ് മൂവ്മെൻ്റ് ഇന്നലെ വന്ന കണ്ടിന്യൂവേഷൻ ഇന്ന് പോയി, അതും ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കയറിയിട്ടുണ്ട്. 514 നേരെ ബ്രേക്ക് ചെയ്ത് കയറി 23 വരെയാണ്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ നമ്മൾ സ്കാനർ വഴി കണ്ടുപിടിക്കാൻ പറ്റും. സ്കാനർ എന്ന് പറഞ്ഞാൽ 1.1 എന്ന് പറഞ്ഞ സ്കാനർ നമുക്ക് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷനുണ്ട്. അപ്പോൾ ആ സ്കാനർ വഴി നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ നല്ല മൊമെൻറ്റുള്ള സ്റ്റോക്കുകളൊക്കെ ഇപ്പോൾ ലൈവിൽ നടക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നതാണ്. 3 കളറിന് ഗ്രീൻ വന്നാൽ നല്ല സ്ട്രോങ് ബൈ ആണ്, 3 റെഡ് വന്നാൽ നല്ല സ്ട്രോങ് സെല്ലാണ്. അപ്പോൾ അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ നമുക്കിത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിൽ ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ വെച്ച് 5 മിനിറ്റാണ്. 5 മിനിറ്റ് ചെറിയൊരു ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് ആ ട്രെൻഡ് ലൈൻ കുറച്ച് ഡൗൺ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 3 ഗ്രീന് പകരം ഒരു ഗ്രീൻ മാറി കാണിച്ചത്. അപ്പോൾ 3 ഗ്രീൻ വന്നാൽ നല്ല സ്ട്രോങ് ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് 15 വെച്ച് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എപ്പോഴും നമുക്ക് കമ്മോഡിറ്റി സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ നല്ല രീതിയിൽ കയറി ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ കണ്ടിന്യൂവേഷൻ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ എക്സിറ്റ് അടിച്ച് സിമ്പിളിൽ നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് കാണിച്ചു തന്നാൽ മാത്രം അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ലൈവിൽ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.